കൃഷ്ണ, ഗുരുവായൂരപ്പ, നിന്നെ ഒരു നോക്ക് കാണാൻ കത്തുന്ന ഈ വേനൽ ചൂടിലും പുറത്ത് കാത്തു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആകാംക്ഷയുണ്ടല്ലോ. ഇന്ന് ഗുരുവായൂർ നട തുറന്നപ്പോൾ കണ്ടത് ഒരു പ്രത്യേക ചന്താണ് കേട്ടോ. പീതാംബരമൊക്കെ മാറ്റിവെച്ച് നല്ല വെളുത്ത പാവമുണ്ടും ചുറ്റി അരയിൽ പച്ചപ്പട്ട് അരക്കെട്ടും കെട്ടി എൻ്റെ ഉണ്ണിക്കണ്ണൻ ഇതാ നിൽക്കുന്നു. ഞാൻ വലിയ ആളായി കേട്ടോ എന്നൊരു ഭാവമാണ് കേട്ടോ ഉണ്ണിയുടെ മുഖത്ത്. എങ്കിലും ആ നിൽപ്പ് കണ്ടാൽ നമ്മുടെ ഉള്ളിൽ വാത്സല്യം നിറയും. ഇടത് കയ്യിൽ പ്രിയപ്പെട്ട ഓടക്കുഴൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. വലത് കയ്യിലാണെങ്കിൽ ദേ ഒരു വലിയ വെണ്ണയുരുള. കൽവിളക്കുകളുടെ പ്രഭയിൽ ആ പാവുണ്ടിന്റെ വെണ്മയും പച്ചപ്പട്ടിന്റെ തിളക്കവും കാണാൻ എന്ത് ഭംഗിയായിരുന്നുവെന്നോ. ഞാൻ വലുതായത് കൊണ്ട് ഇനി ആരും വെണ്ണ തരേണ്ട, ഞാൻ തനിയെ എടുത്ത് കഴിച്ചോളാം എന്ന് പറയുന്നത് പോലെയുണ്ട് ആ നിൽപ്പ് കണ്ടിട്ട്. പുറത്തെ ചൂടിൽ കാത്തുനിന്ന ക്ഷീണമൊക്കെ ആ കളഭഗന്ധത്തിലും കണ്ണന്റെ ഈ കുസൃതി ചിരിയിലും അലിഞ്ഞുപോയേട്ടോ. നിന്റെ സങ്കടങ്ങളൊക്കെ എനിക്ക് തരൂ, ഈ വെണ്ണ പോലെ മധുരമുള്ള കാര്യങ്ങൾ നിനക്ക് ഞാൻ നൽകാം എന്ന് ഭഗവാൻ മന്ത്രിക്കുന്നത് പോലെ. വേഷം മാറി വലിയ ആളാവാൻ നോക്കിയാലും ഞങ്ങൾക്ക് നീ എന്നും ഞങ്ങളുടെ കുഞ്ഞി കണ്ണൻ തന്നെയല്ലേ. പാടിയിറങ്ങുമ്പോഴും ആ പച്ചപ്പട്ടിലെ ഗമയും പാവമുണ്ടിലെ അലങ്കാരവും ഉള്ളിൽ അങ്ങനെ മങ്ങാതെ നിൽക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, സങ്കടങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നും കൂടെ ഉണ്ടാവണേ.